നമുക്ക് ഒരു പാൽപ്പായസം ഉണ്ടാക്കിയാലോ? ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇടുക. ബ്രൗൺ നിറമാകുമ്പോൾ ഉണക്കമുന്തിരി ചേർത്ത് മുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോൾ കോരി മാറ്റുക. ശേഷം വെർമിസെല്ലി ചേർത്ത് ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് 1/2 ലിറ്റർ പാൽ ചേർത്ത് തിളപ്പിക്കുക. തിളയ്ക്കുമ്പോൾ തീ സിമ്മിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റു 2 കാര്യങ്ങൾ എന്തെന്നൊക്കെ വെച്ചാൽ, വെർമിസെല്ലി നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ വെന്തുടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പാൽ തുടർച്ചയായി ഇളക്കിയില്ലെങ്കിൽ പായസം അടിയിൽ പിടിക്കുവാനോ പാൽപ്പാട കെട്ടുവാനോ സാധ്യതയുണ്ട്. ഏകദേശം 15 മിനിറ്റ് ആകുമ്പോൾ വെർമിസെല്ലി വെന്തിട്ടുണ്ടാവും. ഇതിലേക്ക് പഞ്ചസാര ചേർക്കുക. ഞാൻ പഞ്ചസാരയും ഏലക്കയും മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വേവിച്ച ചൗവരി ചേർക്കുക. 1/2 ലിറ്റർ പാലും കൂടെ ചേർക്കുക. പായസം ആവശ്യത്തിന് കുറുകി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്ത് തീ ഓഫ് ചെയ്ത ശേഷം വറുത്ത് വെച്ച കാഷ്യൂ നട്ട്സും മുന്തിരിയും ചേർക്കുക. മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്. സ്വാദിഷ്ടമായ പാൽപ്പായസം റെഡിയായി കഴിഞ്ഞു. ഞങ്ങൾ ട്രിവാൻഡ്രത്തുകാർക്ക് ബോളിയോടൊപ്പം കുറച്ച് പാൽപ്പായസം ഒഴിച്ച് അതിന്റെ പുറത്ത് കുറച്ച് ബൂന്തിയും ചേർത്ത് കഴിക്കാനേ ഇഷ്ടം. പഴവും പപ്പടവും ചേർത്ത് കഴിച്ചാൽ മറ്റൊരു ടേസ്റ്റുമാണ്. ഇതൊന്നുമില്ലെങ്കിൽ കൂടി പാൽപ്പായസം നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആണല്ലോ.